തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. ഞാണ്ടൂർക്കോണം വാർഡിലാണ് ഞാനുള്ളത്. ഇവിടെയും സ്ഥാനാർത്ഥിയുടെ ഇവിടെ CPIയുടെ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാറാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവാണ്. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വിജയിക്കാൻ 100% വിജയിക്കും. സിറ്റിംഗ് വാർഡ് കൂടിയാണ്. അപ്പോൾ സിറ്റിംഗ് വാർഡാണ്. CPIയുടെ സിറ്റിംഗ് വാർഡാണ്. അതിൻ്റെ ഗുണമുണ്ടാവും 100%. ഇവിടെ ചെയ്ത പുരോഗമന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ 100% വിജയം ഉറപ്പാണ്. കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ സിറ്റിംഗ് വാർഡായതുകൊണ്ട് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവിധ ആനുകൂല്യങ്ങളും ഇൻഡിവിജ്വൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കൃഷ്ണകുമാറിൻ്റെ പ്രചരണത്തിനായി സിനിമാ താരം സുധീർ കരമന കൂടി എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഞാണ്ടൂർക്കോണം വാർഡിൽ അവിടെ വരെ വന്നൊരു പ്രചരണത്തിന് കാരണം എന്താണ്? കാരണം വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയപരമായ കാരണം. രാഷ്ട്രീയപരമായിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞൊരു 10 വർഷത്തിലേറെയായിട്ട് ഇവിടെ ഈ വാർഡ് LDFൻ്റെ കീഴിലാണ്. വളരെയധികം വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൂത്ത ചേച്ചി തന്നെയായിരുന്നു ഇതിന് മുമ്പിലത്തെ കൗൺസിലറായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു വികസനം ഏറ്റവും വലിയൊരു കാരണമായി കാണുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും ഒരു തുടർഭരണം ഉണ്ടാകുമെന്നും തീർച്ചയായും ഇത്തരത്തിലുള്ള വാർഡുകളുടെ വികസനം, തിരുവനന്തപുരം കോർപ്പറേഷൻ 5ാം വാർഡാണ് ഞാണ്ടൂർക്കോണം വാർഡ് എന്ന് പറയുന്നത്. അത് 1. 2, ഇദ്ദേഹവുമായിട്ട് 10-20 വർഷത്തെ ബന്ധമാണ്. ഞാൻ സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് ശ്രീ കൃഷ്ണകുമാറുമായിട്ട് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. ഒരു മനുഷ്യൻ സ്നേഹിയാണ് അദ്ദേഹം. ഒരു ബാക്കിയുള്ള തിരഞ്ഞെടുപ്പുകളേക്കാൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ പൊതുജനങ്ങൾക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു വേദിയായിട്ടാണ് നമ്മളെപ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടെ ഏതാണ്ട് 7,000-8,000-അടുത്തുള്ള വോട്ടേഴ്സ് ഇവിടെ ഉണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും അഹോരാത്രം പ്രയത്നിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാണ്. അതിൻ്റെ പ്രയോജനം ഈ വാർഡിനുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ തുടർഭരണം എന്നൊക്കെ പറയും, സർക്കാരിന് അത്ര മെച്ചപ്പെട്ട ഭരണമുണ്ടെന്ന് തോന്നുന്നുണ്ട്. താങ്കൾ ഒരു ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ പൊതുവിൽ ഈ ഒരുപാട് ആളുകളുടെ ഇടപെടുന്ന ആളുകൂടിയാണല്ലോ, അപ്പം അങ്ങനെ ഒരു തുടർഭരണത്തിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും തുടർഭരണത്തിന് എല്ലാവിധ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം ഏത് മേഖലയിൽ വേണം നോക്കുക. ആരോഗ്യപരമായുള്ള മേഖല, ആരോഗ്യ മേഖലയിലായാലും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലായാലും ടൂറിസത്തിലായാലും നമ്മൾ വ്യവസായത്തിലായാലും ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയിരുന്നു. ഡൽഹിയിൽ JNUവിലൊക്കെ ഞാൻ പോയി. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിറ്റിക്കകത്ത് മാത്രമാണ് അവിടെയെല്ലാം വികസനം കാണാൻ കഴിയുന്നത്. ചുറ്റുപാടും വെളിയിലോട്ട് പോകണം, സബർബൻ റീജിയൻസ് അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിലോട്ട് പോകണം. അവിടെ ഒന്നും ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല. നമ്മളെ കേരളത്തിൽ നോക്കിയോളൂ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിദാരിദ്ര്യം മാറ്റിയിരിക്കുന്ന ഒരു സംസ്ഥാനം. അത് ചിലർക്ക് കളിയാക്കിയൊക്കെയാണ് അതിനെ പറയുന്നത്. അത് ആ മേഖലയിൽ ഇരിക്കുന്ന പ്രയോജനപ്പെടുന്നവരാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവർ. നമുക്കതാണ് വേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ സ്വസ്ഥതയോടെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം തലസ്ഥാനത്തെ നഗരികളിൽ ഒന്നാണ് നമ്മുടെ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരം. അപ്പോൾ അതുകൊണ്ട് തുടർഭരണം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ശക്തമായ ഒരു മത്സരം ഇത്തവണ BJPയും കഴിഞ്ഞ കുറേ നാളുകളായി BJP നഗരസഭ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. കോൺഗ്രസും ശക്തനായ സ്ഥാനത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകും തോന്നുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ശ്രദ്ധിക്കുന്ന ആളെന്നല്ലേ ചോദിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് പോരാട്ടം ഉണ്ടാകട്ടെ, ജനങ്ങളുടെ പങ്കാളിത്തം വരട്ടെ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ എപ്പോഴും ജനങ്ങളുടെ പങ്കാളിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. അപ്പം പോരാട്ടം വരട്ടെ. പോരാട്ടം വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വികസനമായിരിക്കണം നമ്മളുടെ മുന്നിൽ ഏറ്റവും വലിയ അജണ്ട. അല്ലാതെ ഒരു മതത്തെയോ മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. വികസനമായിരിക്കണം. നമുക്കൊരു സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ നാടിനുണ്ട് ഇന്ന്. അത് തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുതന്നെയാണ് ഈ സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി മാറുക. രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ, വ്യക്തിബന്ധങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ ഈ പ്രചരണത്തിന് വേണ്ടി സുധീർ കരമന ഇവിടെ എത്തിയിട്ടുള്ളതിന് കാരണവും.